ആനന്ദത്തിൽ നിലകൊള്ളുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 35 മുതൽ 48 വരെയുള്ള വാക്യങ്ങളാണ്. ഉത്ഥാനാനന്തരം കർത്താവായ യേശുനാഥനെ കണ്ട് ഭയപ്പെട്ട് സംശയിച്ച് നിൽക്കുന്ന ശിഷ്യന്മാരുടെ അരികെ കർത്താവ് തൻ്റെ മുറിവുകളെ കാണിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങളുടെ ഗുരുവും നാഥനുമായ ക്രൂശിക്കപ്പെട്ട കർത്താവായ യേശുനാഥൻ തന്നെയാണ് ഇത്. ഇതുപോലെ മുറിവുകളും ഇന്ദ്രിയ അനുഭവങ്ങളും ഭൂതത്തിന് ഇല്ലല്ലോ എന്ന്. ഉത്ഥാനം ചെയ്ത കർത്താവായ യേശുനാഥൻ്റെ ശരീരം മഹത്വീകരിക്കപ്പെട്ട ശരീരമാണ്. എങ്കിലും അതിൽ മനുഷ്യർക്ക് തൊട്ടുനോക്കാവുന്ന സ്പർശനശേഷിയും മുറിവുകൾ ഉണങ്ങാത്ത അഥവാ മായാത്ത സാന്നിധ്യവുമുണ്ടായിരുന്നു. മഹത്വീകരിക്കപ്പെട്ട ശരീരത്തെ സ്പർശിക്കുവാൻ പോരുന്ന രീതിയിൽ കർത്താവായ യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാർക്കരികെ നിന്നു. നമുക്കും നമ്മുടെ വിശ്വാസത്തിൻ്റെ കരം നീട്ടി ആ ഉത്ഥിതൻ്റെ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തെ സ്പർശിക്കുമാറ് ക്രിസ്തു അത്ര കണ്ട് നമുക്ക് അരികെയാണ് എന്ന് സുവിശേഷം നമ്മോട് പറഞ്ഞു തരികയാണ്. അതുതന്നെയാണ് കൂദാശയ്ക്കുള്ളിലെ ക്രിസ്തു സാന്നിധ്യ അനുഭവവും. ഒന്നാമതായി, ഒരു പുരാതന പാരമ്പര്യം തിരുവെഴുത്തുകളെ അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് അവരുടെ ബന്ധത്തിൻ്റെ ബോധത്തെ അടിസ്ഥാനമാക്കിയാണ്. ഇപ്രകാരം പറയുന്നുണ്ട്: ഉയർത്തെഴുന്നേറ്റ യേശു തൻ്റെ അനുഗ്രഹീതയായ മാതാവിന് ആദ്യം പ്രത്യക്ഷപ്പെട്ടിരിക്കണം എന്നതാണ്. പഴയ ഐറിഷ് കവിത അവളെ അഭിസംബോധന ചെയ്യുന്നു: എല്ലാ രാജ്ഞികളുടെയും രാജ്ഞി, ഓ സ്ത്രീകളുടെ സൗന്ദര്യത്തിൻ്റെ അത്ഭുതം, ദൈവത്തിൻ്റെ നീതിയുള്ള കോപം, ഞങ്ങൾക്കായി തടഞ്ഞുവെച്ച ഹൃദയം, പ്രകാശത്തിൻ്റെ ശക്തമായ വടിയും സ്വർഗത്തിലെ ശോഭയുള്ള കുട്ടിയുടെ പോഷണവും, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ, ഞങ്ങളോട് ക്ഷമിക്കപ്പെടാൻ ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു എന്ന്. ഉത്ഥിതനാഥൻ്റെ പരിലാളനം ഒരുപക്ഷെ ആദ്യം ഏറ്റവൾ പരിശുദ്ധ മറിയം തന്നെ ആയിരുന്നിരിക്കണം. പരിശുദ്ധ അമ്മയ്ക്കരികെ ശിഷ്യന്മാർ ഇല്ലാതിരുന്നത് കൊണ്ടും മറ്റാരും ഇല്ലാതിരുന്നത് കൊണ്ടും ആകണം അത് എഴുതപ്പെടാതെ പോയത്. കാരണം ഉത്ഥിതനാഥൻ ശിഷ്യന്മാരിലേക്ക് എത്ര കണ്ട് സാധാരണത്വത്തിലൂടെയാണ് ഇറങ്ങി വരുന്നത് എന്നത് തന്നെയാണ് അതിന് ഏറ്റവും വലിയ കാരണമായി നിലകൊള്ളുന്നത്. രണ്ടാമതായി, ഒരു കഷ്ണം മത്സ്യം കഴിക്കുന്നത് പോലെയുള്ള ലളിതമായ വഴികളിലൂടെയുള്ള പ്രതിഫലനം ശിഷ്യന്മാർ വിശ്വാസത്തിൻ്റെ കണ്ണുകളാൽ കണ്ടു. മുൻകാലങ്ങളിൽ അവർ അറിഞ്ഞിരുന്ന അതേ കർത്താവ് തന്നെയാണ് ലളിതമായ രീതിയിൽ അവൻ അവരെ ഉത്ഥാന അനുഭവം ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. ഈസ്റ്ററിൻ്റെ കർത്താവിനെ വിശ്വാസത്തിൻ്റെ ക്രിസ്തു എന്ന് വിളിക്കുന്നു. നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും വിശ്വസിക്കുന്നതിനാൽ നാം ഭാഗ്യവാന്മാർ. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുക എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഉത്ഥാനാനന്തര യാത്ര പ്രാർത്ഥനയിൽ നാം നടത്തേണ്ടതുണ്ട്. ശിഷ്യന്മാരോടൊപ്പം നടക്കുക, അവരുടെ ഭയവും ഉത്കണ്ഠയും നിരാശയും അനുഭവിക്കുക. ഉയർത്തെഴുന്നേൽക്കുമെന്ന അവൻ്റെ വാഗ്ദാനം നിറവേറ്റപ്പെടുമെന്ന് അവരുടെ പ്രതീക്ഷയും ബോധ്യത്തോടുമൊപ്പം നാമും പങ്കിടുക. പാതാളത്തിലെ ഇരുട്ടും സ്വർഗത്തിൻ്റെ വെളിച്ചവും യേശുനാഥൻ്റെ ഉത്ഥിത യാത്രയ്ക്ക് മുന്നായി മണിക്കൂറുകളോളം പ്രകാശത്തിൻ്റെ നാഥനുമായി പങ്കിട്ടു. വിശ്വാസവും സമാധാനവും ആത്മവിശ്വാസവും നൽകുന്ന തിരുവെഴുത്തിനെക്കുറിച്ച് യേശു നമ്മളെ ഈ വചനങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമതായി, യേശുവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ നാമും അവനെ ഒരു പ്രേതമായി അഥവാ അയാഥാർത്ഥ്യമായി കണക്കാക്കാൻ പ്രലോഭിക്കപ്പെടുന്നു. എന്നാൽ അവൻ ശിഷ്യന്മാരോട് പറയുന്നത് പോലെ
നമ്മെപ്പോലെ അവനും മാംസവും രക്തവും ഉണ്ട് എന്ന് കർത്താവ് നമ്മോടും ആവർത്തിക്കുന്നുണ്ട്. നാം സൃഷ്ടിക്കപ്പെട്ടത് എന്താണെന്ന് അഥവാ എന്തിനാണെന്ന് അവന് വ്യക്തമായും അറിയാം. നാം അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അവൻ പങ്കുവയ്ക്കുകയും അവൻ്റെ പുനരുത്ഥാനം ഉൾപ്പെടെ അവൻ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു പങ്ക് നാമും അനുഭവിക്കുവാൻ നമുക്ക് നൽകുകയും ചെയ്യുന്നു. മുറിച്ചേകുന്ന അപ്പക്കഷ്ണവും വറുത്തു ഭക്ഷിക്കുന്ന മത്സ്യവും കടലിലെ അധ്വാനത്തിൽ ശിഷ്യന്മാരോട് വലത്തുഭാഗത്ത് വലയിറക്കുവാൻ പറയുന്ന ഉപദേശവുമൊക്കെ അതിന് ഏറ്റവും വലിയ സാക്ഷ്യമാണ്. യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു, അവർ അവൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ താൻ അവരുടെ നടുവിൽ ഉണ്ടായിരിക്കും എന്ന്. അവൻ്റെ സാന്നിധ്യം സമാധാനം നൽകുന്നു. ഭയം പുറന്തള്ളപ്പെടുന്നുണ്ട്. അവൻ്റെ സമാധാനം തരാൻ നാം ക്രിസ്തുവിനെ അനുവദിക്കുന്നുണ്ടോ അഥവാ നാം അത് ആഗ്രഹിക്കുന്നുണ്ടോ? ഭയം സമാധാനത്തിൻ്റെ എതിരടയാളമായി ഞാൻ തിരിച്ചറിയുന്നുണ്ടോ? ചിന്തയുടെ സമ്പൂർണതയെന്നോണം നമുക്ക് ചിന്തിക്കാം. അവൻ്റെ പുനരുത്ഥാനം എല്ലാ തടസ്സങ്ങളെയും തകർക്കുന്നു, എല്ലാ വിഭജനങ്ങളെയും ഇല്ലാതാക്കുന്നു. നമ്മുടെ ഉള്ളിൽ നമുക്കും മറ്റുള്ളവർക്കുമിടയിൽ, നമുക്കും ദൈവത്തിനുമിടയിൽ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാർ എല്ലാ കാലഘട്ടത്തിലും അനുരഞ്ജനത്തിൻ്റെ അംബാസഡർമാരാണ്. ഞാൻ ആരുമായി അനുരഞ്ജനം നടത്തണം? ഞാൻ മറ്റുള്ളവരുടെ ഐക്യത്തിൻ്റെയോ ഭിന്നതയുടെയോ ഉറവിടമാണോ എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. എന്നിലൂടെ ഉത്ഥിതൻ്റെ ഉത്ഥിത ശക്തി മറ്റുള്ളവർ കണ്ടുമുട്ടുന്നുണ്ടോ എന്നതാണ് വെല്ലുവിളിയുടെ ചോദ്യം. പ്രിയരെ, ഉത്ഥിതനാഥനോട് ചേർന്ന് ജീവിതത്തിൻ്റെ സാധാരണത്വങ്ങളിൽ ഉത്ഥാന സത്യത്തിൻ്റെ ഏറ്റവും വലിയ ആഴം സർവർക്കും വിശ്വാസത്തിൻ്റെ ഇന്ദ്രിയ അനുഭവത്തിലൂടെ, നമ്മുടെ സ്പർശനത്തിലൂടെയും വാക്കുകളിലൂടെയും ചിന്തകളിലൂടെയും പകർന്നേകുന്നവരായി നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.